ഹലോ ഗൈസ്, അപ്പോൾ ഈ അമ്മമ്മളോടൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്ലാനിങ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇടും. ഇന്ന് നമുക്ക് ചക്ക വറുത്താലോ എന്നായിരുന്നു പ്ലാനിങ്. ആ മേലെ നിൽക്കുന്ന പ്ലാവിൻ്റെ മുകളിൽ അമ്മ തന്നെ രാവിലെ തന്നെ 2-3 ചക്കയൊക്കെ ഇട്ടിട്ട് അച്ഛനും അമ്മയും കൂടിയിട്ട് താഴത്തേക്ക് എത്തിച്ചു. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ കണ്ടില്ലേ സത്യം പറഞ്ഞാൽ. ചക്കയൊക്കെ കൊടുന്നപ്പോൾ അതേ എല്ലാവരും കൂടി പിന്നെ അങ്ങനെ പറിക്കാനാണ്ടിരുന്നു. അകത്തൊന്നും ആക്കണ്ടെന്ന് വെച്ചിട്ട് അമ്മയെ ഞങ്ങളെല്ലാവരും കൂടെ മുറ്റത്ത് തന്നെ ഒരു ടാർപ്പായി ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുക ചെയ്തത്. അമ്മമ്മയ്ക്കാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണാണ്ടുമ്പോൾ അമ്മമ്മയ്ക്ക് വെറുതെ ഇരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അമ്മമ്മ ഞങ്ങൾ പറിച്ചതൊക്കെ കൊടുന്നെടുത്തുമ്പോൾ നുറുക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെയൊക്കെയാണെങ്കിൽ പച്ചച്ചക്കയാണെങ്കിൽ അതൊന്നും കടിച്ച് തിന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. അങ്ങനെ പച്ചച്ചക്കയൊക്കെ തിന്ന് വയറ് നിറച്ചപ്പോഴാണ് അമ്മ പറയുന്നത് ഇട്ട് വെച്ച ചക്കയിൽ ഏതോ ഒരെണ്ണം പഴുത്തിട്ടുണ്ടെന്ന്. പിന്നെ അമ്മ അത് മുറിച്ച് കൊടുത്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചുള പറിച്ച് തന്നു. ഞങ്ങളതൊക്കെ ഇതേ സന്തോഷപൂർവ്വം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരാളിങ്ങനെ പറിച്ച് തരുമ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. മാമപ്പൊക്കെ ഇതേ അടുപ്പത്ത് വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേ ഫാനൊക്കെ കൊണ്ടുവച്ചിട്ടാണ് വറുക്കുന്നത്. കാരണം പുറത്ത് നിൽക്കാൻ പറ്റില്ല, അടുപ്പിൻ്റെ ചൂടും ഒക്കെ കൂടി ഭയങ്കര പ്രശ്നമാണ്. മാമ ഫാനൊക്കെ കൊണ്ടുവച്ചതേ വറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വറുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്ര നേരം കാത്തിരുന്നതാണ്. എല്ലാവർക്കും അതിങ്ങോട്ട് കൈ കിട്ടിയ ഭയങ്കര സന്തോഷമാണ്. വറുക്കൽ മാത്രമല്ല, ഞങ്ങളിത് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. ഇനി 2 ദിവസത്തിന് ചക്ക കൊണ്ട് തന്നെ ഇരിക്കും. ഇനി ചക്കക്കുരു ഉണ്ടല്ലോ, ഇനി ചക്കക്കുരു കൊണ്ടുള്ള കറി, വെള്ളരിക്കും ചക്കക്കുരു കറിയും ഉപ്പേരി, ഇനി ചക്ക തന്നെ എന്താ അല്ലേ.